ബാക്കിൽ ഫുൾ മല കുന്ന്. ഇവിടുന്ന് കുറേ പോയി കഴിഞ്ഞാൽ ഫുൾ കാടാണ്. അതിൽ ആദിവാസികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പോയി നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വെജിറ്റബിൾ ഫാം ഉണ്ട്. അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ കിട്ടുകയാണെങ്കിൽ. ഒരുപാട് പുലർച്ചെ 1 o'clock 1 മണി 12:30 ആകുമ്പോൾ നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ലൊക്കേഷൻ തന്ന് വന്നത്. പക്ഷേ നിലമ്പൂരൊന്നുമല്ല, ഉള്ളോട്ട് പോയിട്ടൊരു സ്ഥലമാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതിമനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമുള്ള സ്ഥലങ്ങൾ കാണിച്ചുതരാം. വഴിയേ കാണാം. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ആദിവാസി കോളനി ഒക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകും. നിങ്ങൾ ആദിവാസിയാവും. പക്ഷെ അവരെ സ്റ്റൈലൊക്കെ മാറിന്ന്. ആ സ്റ്റൈലൊക്കെ മാറി ട്രെൻഡി ആയിട്ടുണ്ട്. ഇത്ര നമ്മളെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് പോയൊരു ഫാമുണ്ട്. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്തിലെ ഫാമാണ്. പക്ഷെ അത് അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ, സൺഡേ കാരണം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു അവിടെയുള്ളൊരു നാട്ടിലൊരു ഹോട്ടലിൽ കയറി. പൊറോട്ടയും ബീഫാണ് കേട്ടോ. ബീഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ കിട്ടുന്നത് തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബീഫ്. അതാണ് ഉദ്ദേശിച്ച ബീഫ്. അത് അവർ പറഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് തരാം. ഓൾഡ് ബീഫും തലേ ദിവസത്തെ സ്പെഷ്യലാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ യാത്ര തുടർന്നു. നമുക്ക് തിരിച്ചാണ് പോകേണ്ടത്. പക്ഷേ ഇതിൻ്റെ റോഡിൻ്റെ എൻഡ് വരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാന്ന് പറഞ്ഞു. പിന്നെ നല്ല ആദിവാസികളും കാര്യങ്ങളൊക്കെ കാണാൻ, അവരെ കോളനിയൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ആ ഒരു എൻഡാണ് ഇപ്പോൾ കണ്ടത്. ഈ റോഡിൻ്റെ എൻഡാണ് കേട്ടോ. അത് നമ്മൾ ഒരു വലിയൊരു പാലമാണ്. അത് ആ പാലത്തിലൂടെ പോയത്. ഇതൊക്കെ ആദിവാസി കോളനികളാണ്. എല്ലാവരുടെയും ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും. നമുക്ക് സാമ്യമായിട്ട് തോന്നും. നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാന്ന് വിചാരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇവർക്ക് ഇവിടെ എത്തിപ്പെടാൻ തന്നെ എന്തോരം ബുദ്ധിമുട്ടുണ്ട് അറിയുമോ. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയപ്പം ഒരു ഫാമിലി ഓട്ടോയിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് വയ്യാഞ്ഞിട്ടാണ് തോന്നുന്നു. ചെറിയൊരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇതാണ് ഈ റോഡിൻ്റെ എൻഡ് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രഹസനങ്ങളാണ്. അപ്പോൾ ഇതിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഉള്ളിൽ പോകാൻ. കാരണം അത് കുറച്ച് കയറി കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇത്ര മറ്റേ ആദിവാസി അങ്ങനെ ഒരു കോളനി അവിടെ ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ കൂടെ വന്ന 2 പേർക്കും ധൈര്യമില്ലാന്ന്. അപ്പോൾ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ നാച്ചുറൽസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ബോബിനോട് ചോദിക്കും ഇത് പണ്ട് വല്ല ആദിവാസി ആയിരുന്നു എന്ന് ചോദിച്ചു. ആദിവാസികളെ ആക്ഷേപിക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവർ മനുഷ്യന്മാരാണ് അറിയാം. പക്ഷെ അവർ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. അവർ ഇത്രയും ലോങ് വന്ന്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് അങ്ങനെ നോക്കുമ്പോൾ. ഒരു പാറക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൽ കയറാൻ മോഹം. ഇവരാരും വന്നില്ലേ വിളിച്ചിട്ട്. പക്ഷേ ഞാനൊന്ന് കയറി നോക്കി. രസമല്ലേ, ഒരു അഡ്വഞ്ചറല്ലേ ഇതൊക്കെ. അപ്പോൾ പക്ഷേ നല്ല സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഒന്ന് ഊരി വെച്ച് കയറി നോക്കി. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. കയറിയത് നമുക്കത് മുതലായി കാരണം അതിൻ്റെ മേലെ നിന്ന് നോക്കിയിട്ട് ആ പുഴയും ആ കാട്ടരുവിയും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ. ഞാനില്ല ബോബിയെ, നിങ്ങൾ വായോ. എൻജാമി നീ ഇറക്കാൻ ആരാ വരിക? ഞാൻ വരില്ലട്ടോ ഇറക്കാന്. ഹലോ അപ്പൊ പിന്നെന്താ പോയാ ആയിക്കോട്ടെ. ഹലോ വലിയ മസിൽ പിടിച്ച് നിന്ന ബോബി ചേട്ടൻ അതിൽ കയറിയിട്ടാ. ഞാനവിടെ നിന്ന് നന്നായിട്ട് കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾ കുറച്ച് മസിൽ പിടുത്തം കൂടുതലാണ്. അപ്പോൾ കയറി
കണ്ടോ, നല്ല രസമുള്ള വ്യൂ ആണ്. ഇത് കണ്ടാലല്ലേ, ഇത് ഇയാൾ കയറിയാലല്ലേ ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ഒരു ഇടം ഉണ്ടായിരുന്നേ, 2 പാറയുടെ നടുവിലൊരു വലിയൊരു ഹോളായിട്ട്, നമ്മൾ ആ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ തന്നെ. പക്ഷെ അത്രയ്ക്ക് ആഴമൊന്നുമില്ല കേട്ടോ, നമുക്ക് താഴെ അതിൻ്റെ അടി കാണാം, പേടിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് ചാടാനൊരു പേടി. സാഹസിക അടിപൊളി കൂട്ടാ, അത് പേടിയ നിങ്ങക്ക്? സുഭാഷേന്ന് വിളിച്ചോടുത്ത് ബോബിയേന്ന് വിളിക്കേണ്ടി വരുമോ? അപ്പോൾ ഇത് പാർട്ട് 1 ആണ് കേട്ടോ. പാർട്ട് 2 വരുന്നുണ്ട്. ഞങ്ങൾ അരുവിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആരും, കുറച്ച് ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ആരും അവിടേക്ക് ഇറങ്ങിയില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങി. ഞാനൊരു വഴി കണ്ടെത്തി. ഞങ്ങൾ അതിസാഹസികമായിട്ട് തന്നെ ഞങ്ങൾ അരുവിയിലേക്ക് ഇറങ്ങി. എൻജോയ് ചെയ്തു. ആ ഒരു വീഡിയോ ഇതിൻ്റെ ഒപ്പം വരൂ കേട്ടോ.